ഹലോ ഹായ് കൂട്ടുകാരി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. മകളങ്ങനെ കോളേജിൽ പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കഥകളും ഒക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ മുടി വെപ്പ് മുടി കണക്കിരിക്കുന്നു. ഇതിലൂടെ നോക്കിയപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെപ്പ് മുടി വെക്കത്തില്ലേ? അതുപോലെ തോന്നുന്നു. കറക്റ്റ് അത് കണക്ക് ഇല്ല, ഇടയ്ക്കിടയ്ക്കല്ലേ ചെയ്തിട്ടുള്ളത്. നീ പറഞ്ഞില്ലേ ഓരോ മുടി വാങ്ങിക്കാൻ കിട്ടുമെന്ന്, ഓരോന്നും അതുപോലെ തിരിഞ്ഞ് കറക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിന്നോണ്ട് വെള്ളം കുടിക്കല്ലെന്ന് പറയും. നല്ല സുഖം. രാവിലെ ഇന്നോട്ട് ഒരാൾ എക്സസൈസ് എക്സസൈസ് ചെയ്യണം. നീ എന്ത് കൊണ്ടിട്ട് ഇടിക്കുന്നത്? അയ്യേ, എനിക്ക് ഒന്നാമത് എനിക്ക് ചൂട്. അയ്യേ ഭാവി, ഞാൻ മറന്നു വരും. അയ്യേ പോയി കുളി കണ്ട ഞാൻ കുളിക്കാൻ പോകുമ്പോ അയ്യേ കണ്ട അഹങ്കാരം കാണിച്ചിട്ട് എന്റെ ദേഹത്തോട്ട് അന്ന് എന്ത് നമ്മള് കളിച്ചോണ്ടിരുന്നില്ല ഇവിടെ കണ്ട എന്റെ മുടി മൊത്തം പന്നയാക്കി. അങ്ങനെ അവിടുത്തെ കളിച്ചിരിയും കുത്തിമറിയെല്ലാം കണ്ടിട്ട് ഞങ്ങൾ കൂടെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ കഥവും ഞാൻ പൂട്ടണ്ടെന്ന് പറഞ്ഞു, ചാക്ക് വെച്ച് അടയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ദിവസം ചാരിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കൂടെ അങ്ങോട്ട് പോയി കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഞാൻ കുടയും കൂടെ തൂക്കി. ഇപ്പോൾ വൈകുന്നേരം ആയാലും ഭയങ്കര വെയിലാണല്ലോ. അങ്ങനെ പോയിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം ഞങ്ങൾ പടിയിരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. അവൾ പിന്നെ ഫോണിൽ കളിക്കുമായിരുന്നു കേട്ടോ, ഗെയിം കളിയുണ്ട് ഇപ്പം. അങ്ങനെ നമ്മൾ പിന്നെ പുറത്തെ കുറച്ച് കാഴ്ചകളും നമ്മളെ മണിയെല്ലാം ഉണ്ടല്ലോ അതെടുത്ത് വെളിയിൽ കെട്ടിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ എണീറ്റു. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ കൂട് കഴുകലാണ് അടുത്ത ജോലി. പിന്നെ ലൈസോളൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിടും കേട്ടോ. രാത്രി എന്നാലേ അവന് കിടക്കാൻ പറ്റുള്ളൂ. രാവിലെയും രാത്രിയും നല്ല മസ്റ്റായിട്ട് കഴുകും. ഉച്ചക്കൊന്നും കഴുകണ്ട കേട്ടോ, അവൻ എഴുന്നേക്കത്തേ ഇല്ല. അങ്ങനെ ഞാൻ പിന്നെ അവിടെ വെള്ളമൊക്കെ പിടിച്ചു കൊടുത്തു. അങ്ങനെ സഹായത്തിന് ഞാനും കൂടി ചെയ്ത് കൊടുക്കും കേട്ടോ. ഒറ്റയ്ക്ക് എപ്പോഴും ഒറ്റയ്ക്കല്ലേ മകൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടേ. ആവുമ്പോൾ നമ്മളെല്ലാം ചെയ്യും, വയ്യാത്തപ്പോൾ കയറി കിടക്കും. അത് തന്നെയാണല്ലോ എല്ലാവരും അല്ലേ. അങ്ങനെ നമ്മൾ കൂടെ മേളൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പം പിന്നെ ഇനിയിപ്പം അവിടെ ഇവിടെ എല്ലാം കയറിയിരിക്കും കേട്ടോ. എന്നാലും ഇങ്ങോട്ട് വരത്തില്ല, ഞാൻ ഇപ്പുറത്തോട്ട് അടുപ്പിക്കത്തില്ല. കാരണം കുറച്ച് സമയം പിന്നെ മേളിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചില്ല. പൂച്ച വന്നപ്പോൾ പിന്നെ കുറേ സമയം മേളിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വിളിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചാടി നമ്മുടെ പുറത്തോടെ വീഴും. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ കുറച്ച് പത്തിരി കൊണ്ടുവന്നായിരുന്നു. പത്തിരി എന്ന് വെച്ചാൽ പാക്കറ്റിൽ കിട്ടുന്ന നല്ല ചൂട് പത്തിരിയായിരുന്നു കേട്ടോ. കറിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മാങ്ങയും മുരിങ്ങയ്ക്കയും ഇവിടെ ഡെയിലി ഇപ്പം മാങ്ങയും മുരിങ്ങയ്ക്കയാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ചേട്ടൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വരും. ഇനി ഞാൻ പറഞ്ഞു മോളെ ചായ ഇടൂ, നമുക്ക് പത്തിരി കഴിച്ചിട്ട് പിന്നീടുള്ള പണികൾ ചെയ്യുന്നത്. അപ്പം പിന്നെ രാത്രിത്തെ ഫുഡും അത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ നേരത്തെ എല്ലാവർക്കും വിശപ്പായതുകൊണ്ട് ചേട്ടൻ വന്നു. നമ്മൾ പിന്നെ മീനൊക്കെ അവിടെ വെച്ചിട്ട് പോയി എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. അവരെല്ലാം മീൻ കറി വിട്ട് കഴിച്ചു. ഞാൻ പിന്നെ നമ്മുടെ ചായയും പത്തിരിയോടെ കഴിച്ചു. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ അക്കൂനി ഡാന്ന് പറയാൻ പോയതാട്ടാ, ഡാന്നാണ് അവൻ വിളിക്കുന്നത്. അപ്പോൾ അവന് കുറച്ച് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഫുഡില്ലായിരുന്നു 2 ദിവസം, വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഉള്ളതൊക്കെ ഇച്ചിരിച്ചേ കൊടുത്തു. അവന് തോനെ വേണം, 2 നേരം കഴിക്കത്തുള്ളൂ, തോനെ കഴിക്കുകയും ചെയ്യും. പക്ഷേ ഉള്ളത് ഇച്ചിരിച്ചേ കൊടുത്തപ്പോൾ അവന് ഭയങ്കര പണക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിന് കൊത്തി നിറച്ചൊക്കെ വെക്കുവാണോ പാത്രത്തിൽ ഇട്ടേ. അപ്പോൾ നല്ല ബിസ്ക്കറ്റ് പോലത്തെ ഫുഡാണ്. പക്ഷേ ഭയങ്കര സ്മെല്ലാട്ടോ, മീൻ്റെ സ്മെല്ലാണ്. നമ്മൾ പാത്രം എടുത്താലും കൈയെടുത്താലും നല്ല വൃത്തിയായിട്ട് കഴുകണം, അല്ലെങ്കിൽ സ്മെല്ലാണ്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ കഴിക്കാനായിട്ടിരുന്നു. അപ്പം ഞാൻ 2 എടുത്തു കഴിക്കാൻ, മോളും 2 എടുത്തു. അങ്ങനെ ചേട്ടൻ എടുത്തപ്പോൾ മോനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, അവൻ രാത്രി കഴിച്ചോളാന്ന് പറഞ്ഞു. ഇതിപ്പോൾ 6:30 മണി ആയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ചേട്ടൻ വന്നപ്പോൾ തന്നെ ചൂടുള്ളതുകൊണ്ട് അപ്പം തന്നെ കഴിച്ചു. പിന്നെ രാത്രിത്തേക്ക് അന്നേരം ഇനി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, ഇത് തന്നെ മതി. പത്തിരിയല്ലേ, വെള്ളം കുടിച്ച് കുതിർന്ന് ഇങ്ങനെ കിടന്നോളൂ. പിന്നെ ചിക്കൻ കറി പത്തിരി അങ്ങനെയൊന്നും ഇറച്ചിക്കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നല്ല ചൂടോട്ട് തിന്നാൻ നല്ല പത്തിരി. പണ്ട് ഗോതമ്പ് പത്തിരി കിട്ടുമായിരുന്നു, ഇപ്പോൾ അവർ ഗോതമ്പ് പത്തിരി ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നല്ല പഞ്ഞി വെളുത്തു. അവളും പിന്നെ പാലും എടുത്തു. ഞാൻ പിന്നെ ചായയും നമ്മൾ പത്തിരിയൊക്കെ ഇട്ട് കഴിക്കാനായിട്ട്. എനിക്ക് മീൻ കറി ഇട്ട് കഴിക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിരുന്നു എല്ലാവരും കൂടെ ഓരോ കഥകൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മോൻ പിന്നെ കഴിച്ചില്ല, മോൻ കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ കഴിച്ചോളാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ 7:30 ആയി കേട്ടോ, 6:30 അല്ല 7:30. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടാണ് പിന്നെ മീൻ കറി വെക്കാനായിട്ട് നിന്നത്. അപ്പോൾ മീൻ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരം മീനാണ്. പൊന്നാരെന്ന് വിളിക്കാൻ പറ്റിയ ഫേസ്. പൊന്നാര വെട്ടിക്കൊണ്ടിരിക്കുക. പൊന്നാര തൊലി അല്ല, പക്ഷെ വെളുക്കുന്നില്ലേ. ഉപ്പിട്ടും കൂടെ കഴിയുമ്പോൾ നല്ല വെളുക്കും. പൊന്നാരെ വെട്ടുപോകാൻ പറ്റുന്ന പേര് വെച്ചിട്ട് സത്യമായിട്ട് കളത്തണല്ലോ. പൊന്നാര മീൻ പറ്റിച്ചാ നിങ്ങളാ. ഇനി ഇത് വേറെ വല്ല പേരും കാണും മിക്കവാറും.
തങ്കക്കുടമെന്നോ തങ്കക്കട്ടിന്നോ അതാ ഇതാർക്കെങ്കിലും അറിയാവോ ഈ മീൻ പൊന്നാരയാണോ തങ്കമാണോ? ഞാൻ കണ്ടിട്ടില്ല, ഞാനിപ്പോഴാണ് ഇത് കാണുന്നത്. ഞാൻ വെച്ചല്ല കോരയുടെ വലുതാണോ എന്നപ്പോ പറയാം അല്ല പൊന്നാരയാണ്. വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ രാത്രി വന്നു. എങ്ങനെയാണ് ശരിയാക്കുള്ള തുണി കഴുകാൻ കിടക്കുന്നു. അങ്ങനെ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്തിട്ട് പയ്യൻ പോയി കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കഴുകാൻ പറഞ്ഞു. അങ്ങനെ അത് കഴുകാനൊക്കെ ഇട്ടിട്ട് വന്ന് നമുക്ക് പൊന്നാരക്കുള്ള അരപ്പ് വേണ്ടേ. എനിക്ക് ആ മീനിൻ്റെ പേര് അങ്ങനെ പറഞ്ഞാൽ അറിയാം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ മുളക് പൊടിയും നമ്മളെ പൊടികളെല്ലാം ചൂടാക്കി ഒന്ന് അരച്ച് വെച്ച് കേട്ടോ, ചുമന്നുള്ളിയൊക്കെ ചേർത്ത്. പിന്നെ അതാ നമ്മൾ സാധാ പോലെ സവാളയൊക്കെ വഴറ്റി അങ്ങനെ തന്നെ എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത് വെള്ളം ഒഴിച്ച്. പിന്നെ പെണമ്പുളി ഉണ്ടായിരുന്നു, വടക്കമ്പുളി ഉണ്ടല്ലോ, അതുകൂടെ 2-3 തട്ടിയിട്ട് കൊടുത്ത്. പക്ഷേ ഞാൻ കൂട്ടത്തില്ല. എങ്കിൽ ഈ പൊന്നാര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടിട്ട് മോന് പിന്നെ കുഴപ്പമൊന്നുമില്ല, മോളും പിന്നെ കഴിച്ച്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എന്തോ പേരും അതിൻ്റെ എന്താ പറയുന്നത് അതുമായിട്ട് എന്നിട്ട് യോജിക്കുന്നില്ല കേട്ടോ. എനിക്കറിഞ്ഞുകൂടെ. ചേട്ടൻ പറഞ്ഞ് ആ മീൻകാരി പറഞ്ഞെന്നാണ് പറഞ്ഞത് പൊന്നാരയെന്നാണ്. അങ്ങനെ ഇതാ നമ്മളെ കറി വെക്കാനുള്ള മീനെല്ലാം വെട്ടി വെച്ച് പിന്നെ പൊരിക്കാനും നാളത്തേക്ക് മാറ്റി. അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നിട്ട് വേണം മീനിട്ട് കൊടുത്തത്. പഞ്ഞി പോലത്തെ മീനാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് കുറച്ച് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോവും, വേവിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ വന്നപ്പം ഇവിടെ ഫുള്ള് മണ്ണായിരുന്നു കേട്ടോ. പിന്നെ മോള് സന്ധ്യ കഴിഞ്ഞ് 8:30 അതൊന്നും നോക്കില്ല, നമ്മൾ രാത്രി തൂക്കാറില്ല. എങ്കിലും പിന്നെ അവിടെ തൂത്ത്, കാരണം നടക്കുമ്പോൾ ഭയങ്കര മണ്ണ്. അങ്ങനെ ആ കറിയൊക്കെ തിളച്ച് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ലായിരുന്നു, എല്ലാവർക്കും കൂട്ടിയിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പൊന്നാര മീൻ കറി വെച്ചു. കേൾക്കാൻ രസമുണ്ടല്ലേ? എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. നല്ല കറുത്ത മീനായിരുന്നു. സിന്ധുജിയെടുത്ത് പോയപ്പോൾ സിന്ധുജിക്ക് അറിയാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചേട്ടൻ പിന്നെ അവിടെ എല്ലാം മീൻ വെട്ടി ചെതമ്പരി നിറച്ചില്ലേ എന്ന് വെച്ചിട്ട് ചേട്ടൻ പിന്നെ അവിടെ കഴുകി. പക്ഷേ അതുകൂടാതെ പിന്നെ ഞാനും കഴുകി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് ഇങ്ങനെ വാഷിംഗ് മെഷീനെല്ലാം തുടച്ചപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. കാരണം വാഷിംഗ് മെഷീന് നമ്മൾ എല്ലാം എന്താ ശരിയാക്കിയപ്പോൾ ഉള്ളിൽ മൊത്തം അഴുക്കുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ വന്ന് മൊത്തം ഒന്നുകൂടെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രിത്തെ കുറേ ജോലികളും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ, ബൈ.